അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರೈತುಳ್ಳೆ ಸಯ್ಯದ್ ಮೊಹಮ್ಮದ್ ಶರೀಫ್ ಅಲ್ ಮದನಿ ಖದ್ದಸಲ್ಲಾಹು ತಾಲಾ ಸರ್ರಹುಲ್ ಅಜೀಜ್ ಆ ಮಹಾನುಭಾವರ ದರ್ಗಾ ಶರೀಫ್ ಚಾರಿಟೇಬಲ್ ಟ್ರಸ್ಟ್, ಅರಬಿಕ್ ಎಜುಕೇಷನಲ್ ಟ್ರಸ್ಟ್ ಇದೆಲ್ಲದರ ಅಧ್ಯಕ್ಷರು ಉಳ್ಳಾಲ ಜಮಾಅತರೆ ಸರ್ವತೋಮುಖ ಅಭಿವೃದ್ಧಿಗೆ ഉത്സാഹഭരിതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടുള്ള ബി.ജി. ഹനീഫ് ഹാജി, അതുപോലെ സയ്യദ് മദനി ദർഗാത്തെ പ്രധാന കാര്യദർശിയും ഉസ്താദും ആയിട്ടുള്ള സിഹാബുദ്ദീൻ സഖാഫി ഉസ്താദ്, സയ്യദ് സിയാദ് തങ്ങൾ, കോശാധികാരി നാസിം, സെക്രട്ടറി മുസ്തഫ, ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഇംതിയാസ്, അതുപോലെ ദഅവാ കോളേജിലെയും ഹിഫ്ളുൽ ഖുർആൻ കോളേജിലെയും പ്രൊഫസർമാർ ഇണ്ട് ദഅവത്തെ വിഷയത്തിൽ വിഷയമണ്ഡനാക്കൊണ്ടു എത്തിയ ആത്മീയത്തുള്ള റഷീദ് സാദി ബോലിയാർ ഉസ്താദ്, അതുപോലെ വേദിക്കലുള്ള എല്ലാ നേതാക്കന്മാർക്കും മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ അപാരമായ അനുഗ്രഹ കഴിഞ്ഞ 24 താരീഖിൽ ഇപ്പറം ഞങ്ങളെ ഈ ഉറൂസ് ಕಾರ್ಯಕ್ರಮ ಉದ್ಘಾಟನೆ ಆಯ್ತು. ಅತ್ಯಂತ ಯಶಸ್ವಿಯಾಯಿತು. ಮದನಿ ತಂಗಳ ಹಕ್ಕು ಬರಕತ್ತುಗೊಂಡು ಭಾರಿ ಚಂದದಲ್ಲಿ ನಡೆದುಕೊಳ್ಳುವುದು. ಅಲ್ಲಾಹುಕು ಶುಕ್ರು ಚೊಲ್ಲ, ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್. ಎಲ್ಲ ഒന്നോ രണ്ടോ പ്രമുഖ ദീനി പണ്ഡിതന്മാരെ കൊണ്ടുത്തു ഓരോ വിഷയവുമായിട്ട് ഇവിടെ വാസ് കാര്യക്രമ നടന്നുകൊണ്ടുണ്ട്. അതിരൊട്ടിಗೆ പോൽമനത്തില് വിവിധ 10-12 തോലുള്ള കാര്യക്രമം നടന്നുകൊണ്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യക്രമത്തിക്കര് ഇപ്പൊ നടന്നുകൊണ്ടുള്ള സയ്യദ് മദനി ദഅവാ കോളേജിലെ കാര്യക്രമം. ഈ ദഅവാണ്ടുള്ളത് പണ്ട് അതല്ലെങ്കിൽ ഞങ്ങളെ ബാല്യകാലത്തിൽ ഞങ്ങൾക്ക് കേട്ടത് പരിചയമില്ല. ഇതേ സയ്യദ് മദനി തങ്ങളെ ഈ ഹദറത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട സയ്യദ് അലി തങ്ങളെ ആ ഉസ്താദരെ മുട്ട നാനും 2 ವರ್ಷ ഇൽമു പഠിച്ചിട്ട് ആ ഇൽമു പഠിക്കുന്ന ഞങ്ങളെ ബാല്യകാലത്തിൽ ദഅവ കോളേജിലുള്ള ഒരു പ്രത്യേക വ്യവസ്ഥ ഇല്ലാത്ത ഞങ്ങൾക്ക് അത് കേട്ടത് പരിചയവും ഇല്ല. ഞങ്ങളെ ചെറിയ കാലത്തിൽ 5ാം ക്ലാസ് തോലും മാക്സിമം മദ്രസ. അത് കഴിഞ്ഞു പോയിരുന്നെങ്കിൽ ഏതെങ്കിലും അബ്ബക ഉമ്മക നന്റെ മോന്റെ അല്ലാഹുരെ പരിശുദ്ധമായ ദീന് പഠിപ്പാട്ടണു, ഒരു മൈലാറാക്കണു, ഒരു ആലിമാക്കണു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിൽ പിന്നത്തെ ഒരു ഘട്ട ഇതിക്കറ് പള്ളി ദർശി. ആ പള്ളി ദർശില് ഒരു 5 വർഷമാ 6 വർഷമാ പഠിച്ചിട്ട് ഒരു ബിരുദെടുക്കണക്കു സനതെടുക്കണക്കു പോണ്ടതൈത്തിക്കറ് അറബിക് കോളേജ്. ഈ 3 മാത്രമേ ഞങ്ങൾക്ക് കേട്ടത് പരിചയമുള്ളൂ. മദ്രസ, പള്ളി ദർസ്, അറബിക് കോളേജ്. ആ അറബിക് കോളേജിൽ ഒരു 3, 4, 5 വർഷ പഠിച്ചിട്ട് മദനിയ, സഖാഫിയ, സഅദിയ അതല്ലെങ്കിൽ അതുപോലത്തെ ധാർമ്മിക ബിരുദെടുത്തിട്ട് പണ്ഡിതന്മാർ പുറത്തു വന്നുകൊണ്ടിരുന്നേ ഈ സമുദായത്തെ സേവ ചെയ്യണക്കു തുടിത്തപ്പെട്ടിട്ട് നിയോഗിക്കപ്പെട്ട ഒരു വിഭാഗമായി തന്നെ
ഉസ്താദുമാരൈത്തിക്കർ അണ്ടൊക്കെ ഇന്ന് അപ്പൊ എന്തുകൊണ്ടു ഇന്നത്തെ ഈ കാലത്തില് ഒരു 10-20 വർഷ 25 വർഷത്തെ ഇപ്പറ ഉള്ള കാലത്തില് ഈ ദഅവ കോളേജിനുള്ളതും ദഅവ പഠനാനുള്ളത് ഒരു കോൺസെപ്റ്റ് എന്തുകൊണ്ടു ഞങ്ങളെ ഉലമാക്കളെ ഇടയിൽ ബന്ത് അതായത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുരെ ഒരു വിഭിന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ട് ആ തനതായ പരിശുദ്ധ ഇസ്ലാം ദീനരെ നൈജതരെ മറമാച്ചിട്ട് സമുദായത്തെ ഇടയില് ആളുമാരെ ഇടയില് സത്യവാസ്തവത്തെ മുച്ചി വെച്ചിട്ട് ചില സ്വാർത്ഥ ആളുമാർ ഈ ദീനരെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കിയപ്പ അതേ ശൈലിയില് അതായത് ഒരു റായത്തുക്ക് അനിവാര്യമായ ഭാഷയില് എഡ്യൂക്കേറ്റഡ് ആയ ആളുമാരെ മുന്നുള്ളൂ ഈ പരിശുദ്ധമായ ദീനരെ എഡ്യൂക്കേറ്റഡ് ലെവലിൽ അവതരിപ്പിക്കണക്കും മനതട്ടാക്കി കൊടുക്കണക്കുള്ളേ ആ അനിവാര്യ പരിസ്ഥിതി കൂടെ നിർമ്മാണായപ്പ ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിലെ വലിയ വലിയ നേതാക്കന്മാരും പണ്ഡിതന്മാരും കൂടിയിട്ട് ആലോചിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതി ദഅവ കോളേജ് അപ്പൊ ഈ ദഅവ കോളേജ് കൊണ്ടുത്തു ഒരു വിദ്യാർത്ഥി SSLC തോലും 10ാം ക്ലാസ് തോലും പഠിച്ചിട്ട് സ്കൂൾ വിദ്യാഭ്യാസം അതിരൊട്ടിക്ക് മദ്രസ വിദ്യാഭ്യാസം പഠിച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അതായത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ഇതിരെ ആ നൈജതരെ ഖിയാമത്ത് നാള് തോല് ബണ്ടേ വിഭാഗത്തിക്ക് മനുഷ്യ സമുദായത്തിക്ക് എത്തിപാട്ട് കൊടുക്കണക്കുള്ള ജവാബ്ദാരി ഒരു വിദ്യാ സമൂഹത്തെ മേലെ ഒരു സുന്നി സമൂഹത്തെ മേലെ വെച്ച് കൊടുത്തപ്പ കേവല കിതാബ് മാത്രമേ കേവല അറബിക് ഗ്രന്ഥ മാത്രമേ കേവല പള്ളി ദർസിൽ മാത്രമേ കേവല ശരീഅത്തുൽ കോളേജിൽ മാത്രമേ പഠിച്ചെങ്കിൽ ഇനി വന്റെ ജനറേഷൻക്ക് തലമുറക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ വ്യവസ്ഥിതമായിട്ട് എത്തുപാട്ടി കൊടുക്കൊണക്കു തടസ്സ ഉണ്ടാവൂ ആ തടസ്സത്തെ നീക്കൊണക്കു വേണ്ടിയിട്ട് ഇനിയുള്ള കാലത്തില് ഈ പരിശുദ്ധമായ ദീന്റെ ജനസമൂഹത്തെ ഇടയിൽ എത്തുപാട്ടോണുണ്ട് കണ്ടിരുത്തെങ്കിൽ കേവല ധാർമ്മിക ಶಿಕ್ಷಣ മാത്രമേ മെയ്യാവല അതിരൊട്ടിക ലൗകിക ಶಿಕ್ಷಣയും ആവശ്യമായിത്തിക്കറ് കാലത്തെ അനിവാര്യമായിത്തിക്കറ്. Do you know what will happen if you read one book every week? Let me share some 3 powerful benefits. First one, you will improve your അതുകൊണ്ടു ആ ചിന്ത കൊണ്ടു ഉദ്ഭവിച്ച് ഈ ദഅവ കോളേജ് മാഷാ അല്ലാഹ് ഇണ്ട് സയ്യിദ് മദനി ദർഗാ സമിതിയുടെ അധീനത്തില് സുമാർ 200 ചില്ലറത്തോളം മുതഅല്ലിമീന ശരീഅത്ത് കോളേജുമായിട്ടും ദഅവ കോളേജുമായിട്ടും ഹിഫ്ളുൽ ഖുർആൻ കോളേജുമായിട്ടും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ഹദീസും ദീനും ഫിഖ്ഹും മസ്അലയും എല്ലാം പഠിച്ചിട്ട് സമുദായത്തെ മുന്നുള്ളൂ അല്ലാഹുവിന്റെ ദീനിലെ എത്തുപാട്ടിത്ത് കൊടുക്കണക്കുള്ളേ വലിയ ജവാബ്ദാരി ഇന്റെ സയ്യിദ് മദനി ദർഗാ സമിതി നിർവഹണ ആക്കിക്കൊണ്ടുണ്ട്. ആ വിദ്യാർത്ഥിമാരെ കാര്യക്രമത്തിക്കറ് ഇണ്ട് നടുക്കൊണക്ക് പോണ്ടേ വേദിയില് ചമ്മ ആലുമാർ പൽക്ക ബറിയണക്കുള്ളോರು റഷീദ് സഅദി ബോലിയാർ ഉസ്താദും പൽക്ക ബറിയണക്കുണ്ടു ನಾನು ನೀಟಿಲ್ಲ ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀം ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ തുള്ളേ ആ ഖുർആൻ ശ്ലോകത്തില് ഈ കാര്യക്രമത്തെ ഉദ്ഘാടന ആക്കിയതൈത്ത് അരിബാട്ര വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.